ബീഹാറിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. നമ്മുടെ നിതീഷ് കുമാർ നയിക്കുന്ന JDU, ലാലു പ്രസാദ് യാദവിൻ്റെ മക്കൾ നയിക്കുന്ന RJD, ഈ RJDയോടൊപ്പം കോൺഗ്രസും ഇടതു പാർട്ടികളുമുണ്ട്. JDUവിനൊപ്പം BJPയും. ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ബലാബല പരീക്ഷണമാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത്. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? RJDയെ ആരായിരിക്കും നയിക്കുന്നത്? JDUവിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, നിതീഷ് കുമാർ തന്നെ ആയിരിക്കും JDUവിനെയും അതുപോലെ NDAയെയും നയിക്കുന്നത്. മറ്റൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ RJDയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ അതല്ല സ്ഥിതി. ആരായിരിക്കും ഇന്ത്യ മുന്നണിയെ നയിക്കുക? ആരാണ് അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? അല്ല, അത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും അവിടെ RJDയെ നയിച്ചിരിക്കുന്നത് ലാലു പ്രസാദ് യാദവിൻ്റെ മകനായ തേജസ്വി യാദവാണ്. അദ്ദേഹം തന്നെയാണ് ഇത്തവണയും അവരുടെ പാർട്ടിയെ നയിക്കുന്നത്. അദ്ദേഹം നിതീഷ് കുമാറിൻ്റെ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. പല പ്രധാനപ്പെട്ട വകുപ്പുകളും കൈകാര്യം ചെയ്തിരുന്ന ഒരു കൂടിയാണ്. അപ്പോൾ ഒരു മറുചോദ്യമില്ല. നമുക്കറിയാമല്ലോ, ഈ ഉത്തർപ്രദേശിൽ SP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നൊരു ചോദ്യം ആവശ്യമില്ല. അത് അന്ന് അമിത്ഷാ പറഞ്ഞതുപോലെ 25 കൊല്ലം കഴിഞ്ഞാലും നിങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റ് അഖിലേഷ് യാദവ് ആയിരിക്കും. അതിന് സമാനമായ ഒരു പാർട്ടിയാണല്ലോ RJD. ലാലു പ്രസാദ് യാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിലിലായിരിക്കുമ്പോൾ ഭാര്യ മുഖ്യമന്ത്രിയാകും. പിന്നീട് അദ്ദേഹം അങ്ങനെ പരാജയപ്പെടും. ഭാര്യ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ മകനോ മകളോ ആകും. രണ്ട് മക്കളുണ്ടല്ലോ, ആ രണ്ട് ആൺകുട്ടികളും നിലവിൽ നിതീഷ് മന്ത്രിസഭയിൽ മന്ത്രിമാരായിരുന്നു. ഇപ്പോൾ നിലവിൽ മകൾ MP ആണ്, ഭാര്യ പണ്ട് മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ ഒരു കുടുംബ പാർട്ടിയാണ് ബീഹാറിൽ എന്തായാലും ഈ RJD. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് നാം ഉത്തർപ്രദേശിലും കണ്ടത്. ഈ അഖിലേഷ് യാദവിന്റെ പിതാവും അവിടുത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ കഴിഞ്ഞാൽ മകൻ കഴിഞ്ഞാൽ മകന്റെ മകൻ, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ സഹോദരി, അല്ലെ അമ്മാവൻ, അങ്ങനെ ആ കുടുംബം നയിക്കുകയാണ്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ അങ്ങനെ ഒരു ചെറിയ സംസ്ഥാനമല്ലേ. ഒരു ഡൽഹി പോലെ, ഡൽഹിയിൽ തുടർച്ചയായി തന്നെ തലസ്ഥാനം എന്ന രീതിയിൽ കെജ്രിവാൾ, BJPക്കെതിരെ ഒരു സഖ്യം നയിക്കുന്ന കെജ്രിവാളിലൂടെയാണ് ആ സംസ്ഥാനത്തിന് ഇത്രയും വലിയ പ്രാധാന്യം നൽകുന്നത്. അത് നോക്കുമ്പോൾ ഒരു ചെറിയ സംസ്ഥാനമാണ്. ഹരിയാന ആയാലും ചെറിയൊരു സംസ്ഥാനമാണ്. മറിച്ച് അങ്ങനെയല്ല, ബീഹാർ വലിയൊരു സംസ്ഥാനമാണ്. അവിടെ 200-ലധികം സീറ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ 30-ലധികം MP-മാരുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ നീക്കം പോലും ഇന്ത്യയിലുടനീളം പ്രതിഫലിക്കും. കാരണം ഇപ്പോഴുള്ള സർക്കാരിൻ്റെ അറിയാമല്ലോ, ഇപ്പോഴുള്ള സർക്കാരിനെ താങ്ങി നിർത്തുന്നത് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളാണ്. ഒന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള TDPയും മറ്റത് JDUവുമാണ്. JDUവുമായി ബന്ധപ്പെട്ട് JDUവിന് അവിടെ ഇനി അധികാരത്തിൽ വന്നാൽ മാത്രമേ കഴിയൂ. നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചിലപ്പോൾ ഇനി ഈ തവണയും കൂടി മുഖ്യമന്ത്രിയായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അങ്ങനെ അദ്ദേഹത്തിനെതിരെ ഒരു ജനവികാരമില്ല, ഒരു ഭരണവിരുദ്ധ വികാരം ബീഹാറിൽ അദ്ദേഹത്തിനെതിരെ പ്രകടമല്ല. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമുള്ളതായി നാം എല്ലാവരും കാത്തിരുന്നതാണ്. 2024 ഇദ്ദേഹത്തിന് ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ അദ്ദേഹം നിരന്തരം ഓരോ വർഷവും ഓരോ പാർട്ടിയിലേക്ക് അങ്ങനെ കൂറുമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തെ ജനങ്ങൾ മടുത്ത് പരാജയപ്പെടുത്തുമെന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ, ഈ ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. അങ്ങനെ വഞ്ചകന് ബീഹാറിലെ ജനങ്ങൾ മറുപടി നൽകുമെന്ന് പറഞ്ഞപ്പോൾ, വഞ്ചകന് മറുപടി നൽകുമെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ മറുപടി ഇവർക്കാണ് മറുപടി ലഭിച്ചിരിക്കുന്നത്. കാരണം അത് നമുക്കറിയാവുന്നതാണ്. വർഷങ്ങൾക്ക് മുൻപ് ആ പാർട്ടി അവിടെ ഭരിച്ചിരുന്നപ്പോൾ ജംഗിൾ രാജ് എന്ന വാക്ക് തന്നെ അവിടെ ഉദയം ചെയ്യുന്നത് കണ്ടാണ്. സ്ത്രീകൾക്ക് ഉൾപ്പെടെ സുരക്ഷ, രാഷ്ട്രീയത്തിൽ ഒരു പുതിയ വാക്ക് സംഭാവന ചെയ്തയാള് ലാലു പ്രസാദ് യാദവ് ആണെന്ന് പറയേണ്ടി വരും. ജംഗിൾ രാജ് എന്നാണ് അതിന്റെ പേര്. കാരണം അവിടെ സ്ത്രീകൾക്ക് ഉൾപ്പെടെ പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. കൊലയും കൊലപാതകവും ഉൾപ്പെടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ടാണ് നിതീഷ് കുമാർ വികസനങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകൾക്ക് ഉൾപ്പെടെ സുരക്ഷ വർദ്ധിപ്പിച്ചപ്പോൾ വലിയ രീതിയിൽ സ്ത്രീ വോട്ടുമാരാണ് ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. എന്തായാലും ഈ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയില്ല. നിതീഷ് കുമാർ തന്നെ നിലവിലും സ്ഥാനാർത്ഥിയായിട്ട് വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അങ്ങനെ സിമ്പിളായിട്ട് വരുന്നതല്ല. ഇപ്പോൾ ഇവിടെ കോൺഗ്രസും RJDയും ചർച്ച ആരംഭിക്കും മുൻപ് തന്നെ അവിടെ പല ചർച്ചകളും നടന്നു കഴിഞ്ഞു. പല ചുമതലക്കാരെയും അവിടെ ഏർപ്പാടാക്കി കൃത്യമായി തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. അവിടെ ചെറിയ സമ്മേളനം വിളിച്ച്
ഈ BJPയും അതോടൊപ്പം തന്നെ JDUവും അടക്കമുള്ള പാർട്ടികൾ വലിയ രീതിയിൽ മുൻപോട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം അവരുടെ കൂടെ നിൽക്കുന്ന ഓരോ പാർട്ടിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ശക്തി തെളിയിച്ചതാണ്. LJP ഉൾപ്പെടെയുള്ള രാംവിലാസ് പാസ്വാന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ തൻ്റെ കഴിവ് അവിടെ തെളിയിച്ച് മുന്നേറുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ RJD സർക്കാരിന് അവിടെ അധികാരത്തിൽ വരാൻ കഴിയുമെന്ന ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ഇതിൽ ഏറ്റവും മറ്റൊരു തലത്തിലേക്ക് നോക്കുമ്പോൾ ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രി മുഖം അവിടെ ഉണ്ട്. അതെ, മറിച്ച് ആ ഭാഗത്തെ എതിർകക്ഷിയിലെ മുഖമായി പാർട്ടി തന്നെ RJD തന്നെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത് തേജസ്വി യാദവിനെയാണ്. പക്ഷെ കോൺഗ്രസ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതെന്നാണ്. ശരിയാണ്, ശ്രീജിത്ത് പറഞ്ഞതിനകത്ത് വളരെ രസകരമായ കാര്യങ്ങളുണ്ട്. BJPയെ സംബന്ധിച്ചും JDUവിനെ സംബന്ധിച്ചും ഒന്ന് ഈ നിതീഷ് കുമാറിൻ്റെ ക്ലീൻ ഇമേജാണ്. അദ്ദേഹത്തിന് ഒരു കളങ്കരഹിതമായൊരു പ്രതിച്ഛായയുണ്ട്. മാറുമെന്ന് പറയുമ്പോഴും അതെ, അദ്ദേഹം മുന്നണി മാറുമ്പോൾ പോലും അദ്ദേഹത്തിന് ജനങ്ങൾ വിശ്വസിക്കുന്നു. വളരെ സുതാര്യമാണ് ഭരണം, സത്യസന്ധമാണ് ഭരണം, വിശ്വാസ്യതയുണ്ട്. കാരണം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ഇതെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളാണ്. അതേസമയം BJPക്ക് അവിടെ ശക്തമായ കേഡറുണ്ട്. ഈ കേഡറും നിതീഷ് കുമാറിൻ്റെ ആ ക്ലീൻ ഇമേജും കൂടെ ചേരുമ്പോഴാണ് ഒരു മഹത്തായ വിജയം NDA മുന്നണിക്ക് അവിടെ ഉണ്ടാകുന്നത്. ഇപ്പുറത്ത് അതേസമയം ഈ RJD, കോൺഗ്രസ്, ഇടത് കക്ഷികൾ എന്നൊക്കെ പറയുന്നിടത്ത് RJDക്ക് ഈ ലാലു പ്രസാദ് യാദവ് എന്ന അഴിമതിക്കാരനായ ഒരു നേതാവിൻ്റെ മുഖമാണ് മുന്നിലേക്ക് വെക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ആ ചീത്തപ്പേര്, അഴിമതിക്കാരനായ അച്ഛൻ്റെ മക്കൾ, അഴിമതിക്കാരനായി ജയിലിൽ കിടന്ന നേതാവിൻ്റെ മക്കൾ എന്നൊരു ഒരു 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 പ്രതിച്ഛായ അത് അവരെ ബാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തകർന്ന് തരിപ്പണമായ ഒരു കേഡർ സംവിധാനവും ഇല്ലാതെ, താഴെത്തട്ടിൽ പ്രവർത്തനമില്ലാതെ തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലാണ് ബീഹാർ കോൺഗ്രസ്. ഈ ബീഹാർ കോൺഗ്രസ്സിന് BJP കൊടുക്കുന്നത് പോലെ, നിതീഷിന് കൊടുക്കുന്നത് പോലെ ഒരു കേഡർ സംവിധാനത്തിൻ്റെ സംഘടനാപരമായ പിന്തുണ കൊടുക്കാൻ സാധിക്കുന്നില്ല. അല്ല, ഒരു പരിധി നോക്കിയാൽ JDUവിനേക്കാൾ കൂടുതൽ അവിടെ സംഘടനാ ശേഷി ഇപ്പോൾ BJPക്കുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ JDUവിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിയത് BJPയാണ്. പക്ഷേ എന്തുകൊണ്ട് സഖ്യമായി മത്സരിക്കുന്നു, നിതീഷിനെയാണ് മുന്നിൽ നിർത്തുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വാക്കിൽ മേൽ മാത്രമാണ് കഴിഞ്ഞ തവണ അവിടെ മുഖ്യമന്ത്രിയായ നിതീഷിന് അവസരം നൽകിയത്. BJP പ്രതിപക്ഷത്താണെങ്കിൽ പോലും അവിടെ ഒരു 80-90 സീറ്റ് വരെ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നിതീഷിൻ്റെ ക്ലീൻ ഇമേജ് BJPക്ക് വലിയ സഹായകരമാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ. 2014 നിതീഷുമായിട്ട് സഖ്യം പിരിഞ്ഞ് BJP മത്സരിച്ചപ്പോൾ പോലും BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാനായി അവിടെ. പക്ഷേ ഇപ്പുറത്തെ വശം നമ്മൾ ആലോചിക്കുമ്പോൾ ഈ കോൺഗ്രസിനും, സംഘടനാ തലത്തിൽ തകർന്നു തരിപ്പണമായ കോൺഗ്രസിനും ഈ പറയുന്നത് പോലെ കഴിഞ്ഞ തവണ RJDക്ക് കുറച്ച് സീറ്റുകൾ, ഒരു 10 സീറ്റുകൾ അധികം നേടിയിരുന്നെങ്കിൽ അവിടെ അധികാരത്തിൽ വരാമായിരുന്നു. പക്ഷേ ആ അവസരം കളഞ്ഞു കുളിച്ചത് കോൺഗ്രസ് ആണ്. അവിടെ ഒന്നിനും കഴിയാത്ത കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ ചവിട്ടിപ്പുറത്താക്കാതെ തേജസ്വി യാദവിന്റെ മുഖ്യമന്ത്രി സ്വപ്നം സഫലമാകുമെന്ന് അത് ശരിയാണ്. കാരണം ആ ഒരു അവസരം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ, ഒരു 10 സീറ്റ്. പക്ഷേ RJD തുടക്കം മുതൽ പറഞ്ഞതാണ്, നിങ്ങൾക്ക് കുറച്ച് സീറ്റ് തരാൻ, നിങ്ങൾ അതിൽ മത്സരിച്ച് വിജയിക്കൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ പഴയ ചരിത്രമെല്ലാം മുൻനിർത്തി അതേ അവ പറയുകയും 10-40 സീറ്റ് ചോദിച്ചു വാങ്ങുകയും അതിൽ ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിന് സമാനമായി തന്നെയാണ് ആ കണ്ടകശൈലി പിടിച്ച കോൺഗ്രസ് തന്നെയാണ് വീണ്ടും ഇടങ്ങേറായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കേണ്ട, ഇനി തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് സീറ്റ് ചർച്ചയിലേക്ക് കടക്കുമ്പോൾ അത് തന്നെ പണ്ട് നടന്ന 2020 എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് നിലവിൽ സംഭവിക്കാൻ പോകുന്നത്. തേജസ്വി യാദവിന്റെ മുഖ്യമന്ത്രി സ്വപ്നങ്ങൾക്ക് തടയിടുകയാണ് കോൺഗ്രസിന്റെ പരിപാടി. എങ്ങനെയായാലും ചിലപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ പോലും കേവല ഭൂരിപക്ഷത്തിലേക്ക് കടക്കാൻ കഴിയും. പക്ഷെ അവര് നോക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലാണ്. അവരെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് ആണ് അവരെ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചരിത്രമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് അവർ കോൺഗ്രസിനെ കൂട്ടുപിടിക്കുന്നത്. തീർച്ചയായിട്ടും ഡൽഹിയിൽ അവർക്ക് സഹായത്തിന് കോൺഗ്രസ് വേണം. അതുകൊണ്ടാണ് അവർ ഈ ഗതികെട്ട അവസ്ഥയിലും കോൺഗ്രസിനെ ചുമക്കുന്നത്. അതാണ് സത്യം. നേരെ മറിച്ച് തേജസ്വി യാദവിൻ്റെ കയ്യിൽ കേഡറുണ്ട്, സംവിധാനങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് താഴെത്തട്ടിൽ പ്രവർത്തനവുമുണ്ട്. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ മാൻഡ്രിക്ക് പോലൊരു കോൺഗ്രസ്. അതെ, മാൻഡ്രിക്ക് പോലൊരു കോൺഗ്രസ്.